ഇപ്പോൾ ഏതായാലും നമുക്കൊപ്പം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കൂടി ചേരുകയാണ്. അതിശക്തമായ ഒരു സമരത്തിനാണ് ഇന്ന് കേരള സർവകലാശാല സാക്ഷ്യം വഹിച്ചത്. ഏത് രീതിയിലാണ് ഇനി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലകളിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിനും വർഗീയതയ്ക്കെതിരായും അതിശക്തമായ സമരം ഉയർത്തിയവർ ഞങ്ങളാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെ പ്രതികരിച്ച് ആ സമരം ഏറ്റെടുത്തവരാണ് ഞങ്ങൾ. ആ സമരം ഇന്നും അണമുറിയാതെ കേരളത്തിലെ ക്യാമ്പസുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, തെരുവോരങ്ങളിൽ SFI തുടരുകയാണ്. ആ സമരം അചഞ്ചലമായ സമരമാണ്. ആ സമരം ഏറ്റവും ശ്രേഷ്ഠമായൊരു മുദ്രാവാക്യമുള്ള സമരമാണ്. അത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയോട്, ചരിത്രം പഠിക്കുന്നവരോട്, ശാസ്ത്രം പഠിക്കുന്നവരോട്, അക്ഷരം പഠിക്കുന്നവരോട് RSSന് വെറുപ്പാണ്. ഗൗരി ലങ്കേഷിനെയും ദബോൽക്കറേയും ഗോവിന്ദ് ബൻസാരെയും കൊന്നുകളഞ്ഞ നാടാണ് ഇന്ത്യ. ചിത്രങ്ങളെ സെൻസർ ചെയ്യുന്ന നാടാണ് ഇന്ത്യ. ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും സയൻസിൻ്റെയും പാഠപുസ്തകങ്ങളെ സെൻസർ ചെയ്യുന്ന നാടാണ് ഇന്ത്യ മാറി. അതേ തന്ത്രം കേരളത്തിലെടുക്കാൻ ശ്രമിച്ചാൽ ആ കേരളത്തിലെടുക്കുന്ന തന്ത്രത്തെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കുറച്ച് VC-മാർ തങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മുട്ടിലെഴയാൻ നടക്കാൻ പറയുമ്പോൾ എഴയുന്ന VC-മാർ തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ധൈര്യത്തിൽ അങ്ങനെ കയറിയ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കളിക്കാൻ ശ്രമിച്ചാൽ കളി തിരിച്ചു പഠിപ്പിക്കാൻ കേരളത്തിൽ SFIക്ക് അറിയാം. അത് SFI ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് വരെയാണ് ഇപ്പോൾ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, ഇവിടുത്തെ താൽക്കാലിക VC ആയിരുന്ന വ്യക്തി, അവധിയിലുള്ളത്. നാളെ തിരികെ എത്തുകയാണ്. നാളത്തോടുകൂടി അവധി കഴിയുകയാണ്. അപ്പോൾ VC-യോട് ഇനിയുള്ളൊരു സമീപനം SFIയുടേത് ഏത് രീതിയിലായിരിക്കും? VC ഒഴിഞ്ഞു പോകണം. അദ്ദേഹത്തിന് കേരള സർവകലാശാലയിൽ VC ആയിരിക്കാൻ എന്താ യോഗ്യത? നിങ്ങൾക്ക് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ എത്ര റിസർച്ചർമാരുണ്ടെന്നറിയോ? റിസർച്ച് കഴിഞ്ഞ് ഡോക്ടറേറ്റ് നേടി ഡോക്ടർമാരെ ഇറങ്ങുന്നവരാണ്, ഡോക്ടറേറ്റ് നേടി ഇറങ്ങുന്നവരാണ് അവർ. അവരെ ആരാ നിയന്ത്രിക്കുന്നത്? അവർക്ക് ആർക്കാ ദാക്ഷിണികമായ മേധാവിയായി ഇരിക്കുന്നത്? മോഹനൻ കുന്നുമ്മൽ എന്താ യോഗ്യത? അയാൾ പഠിച്ച കോഴ്സ് ഏതാ? അയാൾക്ക് ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്? ഏതാ ഡോക്ടറേറ്റ്? അയാൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? എന്നിട്ട് താൽക്കാലികക്കാരൻ പോകും, മറ്റൊരു താൽക്കാലിക. ഏത് താൽക്കാലികക്കാരി? K2-വിൽ നിന്ന് പുറംകാലുകൊണ്ട് നിയമ സംവിധാനം അടിച്ചു പുറത്തിറക്കിയ സിസ തോമസിനെ വീണ്ടും വിളിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. RSS പറയുന്നത് കേൾക്കുന്നതാണ് ഇവരുടെ യോഗ്യത. RSSന് വേണ്ടത്, RSS പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പാവകളെയാണ്, മരപ്പാവകളെയാണ്. ആ ഒരു മരപ്പാവയാണ് മോഹനൻ കുന്നുമ്മൽ. മറ്റൊരു മരപ്പാവയാണ് സിസ തോമസ്. മറ്റൊരു മരപ്പാവയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി VC. മറ്റൊരു മരപ്പാവയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC. VD സതീശൻ മറുപടി പറയണം. ഇപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ VC കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന നേതാവാണോ ഇല്ലയോ വ്യക്തമാക്കേണ്ടത് VD സതീശനാണ്. നിയമിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇപ്പോൾ അവർ വിചാരിക്കുന്നത് അവരുടെ പാളയത്തിലാണെന്നാണ്. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി അണമുറിയാത്ത നദീജലപ്രവാഹം പോലെ രാജ്യത്തെ കോൺഗ്രസ്സുകാർ പോയതുപോലെ ആ അധ്യാപക സംഘടന നേതാവും RSSൻ്റെ ശാഖയിൽ ചെന്ന് കഴിഞ്ഞു. പിന്നെ VD സതീശന് RSSൻ്റെ ശാഖയൊന്നും പുത്തരിയല്ല. VD സതീശൻ ഒരുപാട് പോയിട്ടുണ്ട്, കുമ്പിട്ടിട്ടുണ്ട്, വിളക്കെത്തിച്ചിട്ടുണ്ട്. അതൊന്നും VD സതീശന് പ്രശ്നമാവില്ല. പക്ഷേ കേരളത്തിലെ മതനിരപക്ഷവാദികളായ മനുഷ്യർക്ക് പ്രശ്നമാണ്. അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ മറുപടി പറയണം. അയാൾ ഇപ്പോഴും കോൺഗ്രസ് ആണോ അല്ലയോ എന്ന്. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിടിക്കാനൊന്നും വിട്ടു തരാൻ വേണ്ടി കഴിയില്ല ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇന്നത്തെ ഇവിടെ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണോ? ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ചാൻസലർക്കും VC-മാർക്കും എതിരെയുള്ള പ്രതിഷേധം എന്ന് പറയുന്നത്? ഇന്നത്തെ പ്രതിഷേധം കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളിലേക്ക് SFI തീരുമാനിച്ച മാർച്ച്. കേരളയിൽ നമ്മൾ തീരുമാനിച്ചത് VC-യുടെ ഓഫീസ് ഉപരോധിക്കണം. കാലിക്കറ്റിൽ നമ്മൾ തീരുമാനിച്ചത് അവിടെ KSUക്കാരന് അന്യായമായി മാർക്ക് കൊടുത്ത് വിജയിപ്പിച്ച എന്ത് ബഹളമായിരുന്നു കഴിഞ്ഞ മിനിസ്റ്ററുടെ സമയത്ത്, ഓർമ്മയില്ലേ? KT ജലീലിനെ കയറ്റാത്ത കുരിശുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ? ചർച്ചയില്ലല്ലോ കേരളത്തിലൊരു മാധ്യമങ്ങൾക്കും. ഒരു വിദ്യാർത്ഥി KSU നേതാവെന്ന ഒറ്റ കാരണത്താൽ റീവാലുവേഷൻ പോലും ഇല്ലാതെ പേപ്പർ VC വിളിച്ചു വരുത്തി പാസ്സാക്കി വിടുകയാണ്. എവിടെയെങ്കിലും നടക്കുമോ? RSSൻ്റെ പിൻബലം ഉണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ അച്ചാരം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി കാലിക്കറ്റിൽ സമരം നടത്തി. കണ്ണൂരിൽ ഒരു ആലോചനയുമില്ലാതെ പഠനവകുപ്പുകൾ ഷഫിൾ ചെയ്യുകയാണ്. RSSകാരെ ആളുകളെ ഡീനാക്കുകയാണ്. സമരം നടത്തണ്ടേ? ഇതിനെതിരായി എല്ലാം MG ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് SFI സമരം നടത്തി. ഈ സമരം തുടരും. കേരളത്തിനകത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ, സർവകലാശാലകളിൽ, ക്യാമ്പസുകളിലെല്ലാം അതിശക്തമായി ഈ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. രാജ്ഭവനിലേക്ക് ഉൾപ്പെടെ ഈ സമരം വ്യാപിക്കുന്ന നിലയിൽ ഈ സമരം ആളിക്കത്തും.